ഗൈസ്, വളരെ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ മുടങ്ങാതെ പോകുന്നൊരിടമാണ് എടത്വ പള്ളിയിൽ. ഇതിപ്പം ഓരോ നാട്ടിലും ഓരോ പ്രത്യേകതകളില്ലേ, അതേപോലെ കണ്ടച്ചിറക്കാരുടെ ഒരു പ്രത്യേകത കേട്ടോ. അവരെല്ലാ വർഷവും ഇടത്തെ പോയി ഗീവർഗീസ് സഹിതയെ കാണാന്നുള്ളത്. അത് പോകുന്നത് മെയ് 7-ാം തീയതിയാണ്. ഇത് മെയ് 7-ാം തീയതിത്തെ വീഡിയോ കേട്ടോ. പോകുന്ന വഴിക്ക് പരുമല പള്ളി കയറുന്നത് അതിൻ്റെ ഒരു റൂട്ടീനാട്ടോ. അങ്ങനെ പരുമല തിരുമേനിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് എടത്വ പുണ്യാളുടെ അടുത്ത് എത്തി കേട്ടോ. ഇത് സ്ഥിരം പോയില്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഇതക്കേടാ. അതുകൊണ്ട് ഇത് മുടക്കാത്തവരാണ് കൂടുതലും കണ്ടച്ചിറക്കാർ. അങ്ങനെ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് പ്രദക്ഷിണം ഇറങ്ങാനായിട്ട്. പ്രദക്ഷിണം ഇറങ്ങുന്നവരെ നമ്മൾ അവിടെ കാണും കേട്ടോ. ഓരോരോ രൂപങ്ങളായിട്ട് ഇറക്കുവേ. നമ്മുടെ ഔസേപ്പിതാവും മാതാവും എല്ലാവരും ഇറക്കും. അപ്പം ഭക്തിയോടെ ആളുകൾ നിന്ന് വെറ്റിലെറിയും. നമ്മളെല്ലാം കട്ട വെയിറ്റിംഗ്. നമ്മുടെ ഗീവർഗീസ് ഭയങ്കര ഗാംഭീര്യത്തോടെ ഇറങ്ങുന്ന കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് ഇറങ്ങുന്നതാണ്. നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇന്നർ പീസും ഭയങ്കര ഭക്തി കിട്ടും. ഭയങ്കര കിടിലം ഒരു അനുഭവം കേട്ടോ. ഞാൻ ഇവിടുത്തെ വലിയൊരു ഫാനായത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. ഇവിടെ വന്ന് ഗീവർഗീസ് സഹിതയെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര ഒരു വിശ്വാസമാണ് എനിക്ക്. അതുകൊണ്ട് ഇപ്പോൾ എടത്വ ഒരു സ്പെഷ്യൽ ഫീലായി മാറിയിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഇടത്തെ പോകാൻ ശ്രമിക്കാറുണ്ടെന്നല്ല, പോവുക തന്നെ ചെയ്യാറുണ്ട്. പിന്നെ ആലപ്പുഴ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇടത്തേലൊന്ന് കയറി ഗീവർഗീസിനെ കാണുന്നത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യം കേട്ടോ. അങ്ങനെ ഗീവർഗീസിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഭയങ്കര എന്താ പറയുക, ആവേശത്തോടെ വെറ്റിൽ കയറിയുമായിരുന്നേ. പക്ഷെ ചൂട് ഭയങ്കര കൂടുതലായിരുന്നു ഗൈസ്. മെയ് 7-ാം തീയതിത്തെ വീഡിയോ അല്ലേ, ഭയങ്കര കൂടുതലായിരുന്നു. നമ്മളെല്ലാം നിന്ന് ഭയങ്കരമായിട്ട് അവിഞ്ഞ് എൻ്റെ പൊന്നോ. ഇത് പ്രദക്ഷിണം ഗീവർഗീസ് തിരിഞ്ഞതിന് ശേഷം പോയി നാരങ്ങ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര അടുത്ത് ഇതിൻ്റെ ഇടയിൽ നമ്മളുണ്ട്. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ വിഷമമൊക്കെ എനിക്ക് ഇപ്പോഴാണ് തോന്നിയത്. ഗീവർഗീസിനെ ശരിക്കും പൊങ്ങി ഞാൻ കണ്ടത്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ ഓടിയത് ഒരിത്തിരി നാരങ്ങ കുടിക്കണം. ചെന്നതും നല്ല കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നു. നല്ല കിടിലം കരിമ്പിൻ ജ്യൂസ്. സാധാരണ ഒരു മത്ത് പിടിക്കുന്നൊരു ഫീലാണ്, പക്ഷെ അടിപൊളിയായിട്ട് അത് കുടിച്ചേ. ബൈ ഗൈസ്.